ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ച IPL മത്സരങ്ങൾ ശനിയാഴ്ച പുനരാരംഭിക്കുമ്പോൾ ടീമുകളെ കാത്തിരിക്കുന്ന പ്രതിസന്ധികൾ പലതാണ്. നാട്ടിലേക്ക് മടങ്ങിയ വിദേശ താരങ്ങളെ തിരിച്ചെത്തിക്കുന്നത് മുതൽ അന്താരാഷ്ട്ര മത്സരങ്ങളുമായുള്ള ക്ലാഷുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. പുതുക്കിയ മത്സരക്രമമനുസരിച്ച് ജൂൺ 3-നായിരിക്കും ഫൈനൽ. ശേഷിക്കുന്ന 17 മത്സരങ്ങൾ 6 വേദികളിലായാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യ മത്സരക്രമം അനുസരിച്ച് മെയ് 25-നാണ് IPL പൂർത്തിയാക്കേണ്ടിയിരുന്നത്. ഇത് നീളുമ്പോൾ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിൽ കളിക്കാനുള്ള താരങ്ങൾ മടങ്ങിപ്പോകും. റൊമാരിയോ ഷെപ്പേർഡ്, ഷമർ ജോസഫ്, ഷെർഫിൻ റുദർഫോർഡ് എന്നിവർ വിൻഡീസ് ടീമിലുണ്ട്. ഇംഗ്ലണ്ട് ടീം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ജോസ് ബട്ട്ലർ, ജേക്കബ് ബദേൽ, ലിയാം ലിവിങ്സ്റ്റൺ, വിൽ ജാക്സ്, റിസ് ടോപ്പി എന്നിവർ ടീമിലുണ്ടാകാനാണ് സാധ്യത. പുതുക്കിയ IPL ഫൈനൽ തീയതിയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലും തമ്മിൽ 7 ദിവസം മാത്രമാണ് വ്യത്യാസം. അതിനാൽ ഓസ്ട്രേലിയയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും ടെസ്റ്റ് താരങ്ങൾ പ്ലേ ഓഫ് കളിക്കാതെ മടങ്ങാൻ സാധ്യത ഏറെയാണ്. പാറ്റ് കമ്മിൻസ്, ട്രാവിസ് ഹെഡ്, മിച്ചൽ സ്റ്റാർക്ക്, ജോഷ് ഹേസൽവുഡ്, കാഗിസോ റബാദ, റിയാൻ റിക്കിൽഡൺ തുടങ്ങിയവർ അതത് ദേശീയ ടീമുകളിൽ ഉൾപ്പെടാൻ ഇടയുള്ളവരാണ്. ഇതിനു പുറമെ ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിന് മുന്നോടിയായി ഇന്ത്യ A ടീം നടത്തുന്ന പര്യടനവും പ്രതിസന്ധിയിലാകും. മെയ് 30-ന് ആരംഭിക്കുന്ന പര്യടനത്തിൽ ഉൾപ്പെടുത്താത്ത പല പ്രമുഖ താരങ്ങളും IPL കളിക്കാനായിരിക്കും നിയോഗിക്കുക. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് നാട്ടിലേക്ക് മടങ്ങിയ വിദേശ താരങ്ങളെ മത്സര സജ്ജരായി തിരിച്ചെത്തിക്കുക എന്നതായിരിക്കും വിവിധ IPL ടീമുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി. പോയിന്റ് പട്ടികയിൽ മുന്നിലുള്ള ഗുജറാത്ത് ടൈറ്റൻസിന് മാത്രം കാര്യങ്ങൾ താരതമ്യേന എളുപ്പമായിരിക്കും. ബട്ട്ലറും ജെറാൾ കോറ്റ്സിയും മാത്രമാണ് നാട്ടിലേക്ക് മടങ്ങിയത്. ശേഷിച്ച ടീമംഗങ്ങൾ എല്ലാവരും അഹമ്മദാബാദിൽ പരിശീലനം തുടരുകയായിരുന്നു. മികച്ച മത്സരക്രമത്തിൽ മെയ് 21-ന് മാത്രം ആദ്യ മത്സരം കളിക്കുന്ന മുംബൈ ഇന്ത്യൻസിന് ടീം പുനഃസംഘടിപ്പിക്കാൻ കൂടുതൽ സമയവും കിട്ടും.